ആരോഗ്യരംഗത്തെ സംഭാവനയോടൊപ്പം തന്നെ മറ്റ് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും സമൂഹത്തിൽ നിരവധി സംഭാവനകൾ നൽകിയ ഒരു വ്യക്തിത്വമാണ് ഇന്ന് പ്ലാറ്റ്ഫോമിന്റെ എപ്പിസോഡിൽ ഞങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത്. അവിടെ ദേവദാൻ സഭ എന്ന് പറഞ്ഞ ഒരു ക്രിസ്തീയ സമൂഹത്തിന്റെ ഒരു വൃദ്ധസദനത്തിൽ സേവനം ചെയ്യാൻ പറ്റുമോ എന്ന് അവർ ചോദിച്ചു. പക്ഷെ അവിടെ ചെന്ന് കണ്ടപ്പോൾ നമുക്ക് തികച്ചും അവിടുത്തെ തന്നെ ഒരാളായി അവർക്ക് നമ്മളാൽ കഴിയുന്ന എല്ലാവിധ സഹായവും ചെയ്തു കൊടുക്കാൻ നമ്മൾക്ക് തോന്നും. പനി വരും, ഒരു ഡോളോ കഴിക്കും, അത് 650 ഒരു ഡോളോ ഡോസ് എടുക്കുക, ഇനി അപ്പൊ ഇച്ചിരി പനി കുറയും, കുറച്ചു നേരം കഴിയുമ്പോൾ വീണ്ടും ഒരു ഗുളികയോടെ കഴിക്കും. അങ്ങനെ ഒരു ദിവസം 1, 2, 3 ഗുളിക വരെ കഴിക്കുന്ന ആളുകളുണ്ട്. ഇൻഫ്ലുവൻസ ബി അല്ലെന്ന് വെച്ചാൽ സാധാരണ ഫ്ലൂ ആണെങ്കിൽ കൂടി നല്ല ഹൈ ഫീവർ 2 ദിവസം പനിക്കും. അതോടുകൂടി തന്നെ നമ്മൾ ക്ഷീണിതനാവും. അത് കഴിയുമ്പോഴേക്കും പിന്നെ ചിലർക്ക് വെളുത്ത രക്താണുക്കള്, വൈറ്റ് ബ്ലഡ് സെൽസ് കൗണ്ട് കുറയുന്ന പനിയാണ് ഇപ്പൊ കൂടുതലായിട്ട് കാണുന്നത്. നമ്മുടെ ശരീരം ഒരു അസുഖത്തിന് മുന്നോടിയായിട്ട് കാണിക്കുന്ന അത്തരം സിഗ്നൽസ് എന്തൊക്കെയാണ്? അതെങ്ങനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും? ഒരു കാരണവും ഇല്ലാതെ ഒരു വെയിറ്റ് ലോസ് വരിക, 3-4 ആഴ്ചയിലധികം വരുന്ന ചുമ, പെട്ടെന്ന് സൗണ്ട് പോവുക, ഭയങ്കരമായിട്ട് ശ്വാസം മുട്ട് വരിക. പ്രമേഹം വരുന്നതിന് മുമ്പ് നമ്മുടെ ശരീരം കുറച്ച് ലക്ഷണങ്ങളൊക്കെ കാണിക്കും. അതെന്തൊക്കെയാണ്? ഇൻക്രീസ്ഡ് തേഴ്സ്റ്റ്, ഇൻക്രീസ്ഡ് ആപ്പിറ്റൈറ്റ് എന്ന് വെച്ചാൽ ഒരു ആക്രാന്തമാണ്, എന്ത് കഴിച്ചാലും പോരാ, ഇനിയും കഴിക്കണം എന്നുള്ള തോന്നൽ വരും. ഇപ്പൊ ഷുഗർ ഒക്കെ നല്ല രീതിയിൽ കൂടി നിൽക്കുന്ന അവസ്ഥയില് ഇപ്പൊ നമ്മൾ കേട്ടിട്ടുണ്ട് ഈ വിരലുകൾ മുറിക്കുന്നു, കാലിനെ അഫക്ട് ചെയ്ത് കാലുകൾ മുറിക്കുന്ന സിറ്റുവേഷൻ, വാസ്കുലർ ഡിസീസ് എന്നുള്ള ഒരു അവസ്ഥയും കൂടി വരുമ്പോഴേക്കും അവിടേക്ക് ബ്ലഡ് സർക്കുലേഷനും ഇല്ല, സെൻസേഷനും ഇല്ല. അപ്പൊ ഒരു മുറിവ് പറ്റി അവിടെ ഉണങ്ങില്ല, ക്രോണിക് നോൺ ഹീലിംഗ് അൾസറായി തീരും. അങ്ങനെ വരുമ്പോഴേക്കും അവിടേക്ക് ബ്ലഡ് സപ്ലൈ പോലും ഇല്ലെങ്കിൽ ആംപുട്ടേഷനെ മാർഗമുള്ളൂ. ഈ ഹൈപ്പർ ടെൻഷൻ ഉള്ള പേഷ്യൻസിന് ഒരു റെസിസ്റ്റൻസ്, വാസ്കുലർ റെസിസ്റ്റൻസ് ഉണ്ടാവും. അപ്പൊ ആ ഒരു റെസിസ്റ്റൻസിന് എതിരായിട്ട് വേണം ഈ ഹാർട്ടിന് പമ്പ് ചെയ്യാൻ. അപ്പൊ ആ പമ്പിങ് ഫോഴ്സ് കൂട്ടേണ്ടി വരും. അപ്പൊ ആദ്യത്തെ ചോദ്യം തിരിച്ച് ഉള്ളത് ഇപ്പോഴത്തെ ട്രെൻഡ്, അത് എത്ര എഡ്യൂക്കേറ്റഡ് ആണെന്ന് പറഞ്ഞാലും കാര്യമില്ല കേട്ടോ, മരുന്ന് ഇപ്പൊ തന്നെ തുടങ്ങിയാൽ കിഡ്നി അടിച്ചു പോവില്ലേന്ന്. പക്ഷെ അതൊരു വല്ലാത്തൊരവസ്ഥയാ. ആരോഗ്യരംഗത്തെ സംഭാവനയോടൊപ്പം തന്നെ മറ്റ് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും സമൂഹത്തിൽ നിരവധി സംഭാവനകൾ നൽകിയ ഒരു വ്യക്തിത്വമാണ് ഇന്ന് പ്ലാറ്റ്ഫോമിന്റെ എപ്പിസോഡിൽ ഞങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത്. എറണാകുളം ജില്ലയിലെ കാഞ്ഞൂർ വിമല ഹോസ്പിറ്റലിലെ ജനറൽ ഫിസിഷ്യനായ ശോഭന മാമാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത്. മാം, വെൽക്കം ടു പ്ലാറ്റ്ഫോം. നമസ്കാരം. ഓക്കെ, അപ്പൊ ഇന്നത്തെ ഈ ഒരു പോഡ്കാസ്റ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന മെയിൻ കോണ്ടന്റുകൾ എന്ന് പറയുന്നത് ജീവിതശൈലി രോഗങ്ങൾ, അവയുടെ ലക്ഷണങ്ങൾ, എങ്ങനെയാണ് അതിന്റെ ചികിത്സ എന്നുള്ളത്, അതോടൊപ്പം തന്നെ പൊതുജനങ്ങൾ ശ്രദ്ധിക്കേണ്ട ആരോഗ്യ കാര്യങ്ങൾ, അതോടൊപ്പം ആരോഗ്യരംഗത്തെയും സാമൂഹ്യ സേവന രംഗത്തെയും ഡോക്ടറുടെ എക്സ്പീരിയൻസുമാണ് നമ്മൾ എപ്പിസോഡിൽ ഡിസ്കസ് ചെയ്യുന്നത്. വാർദ്ധക്യത്തിൽ ഒറ്റപ്പെട്ടു പോയ കുറെ ആളുകൾ, ആരോരുമില്ലാതെ പാവപ്പെട്ട കുറച്ച് മനുഷ്യന്മാര്, അവരൊക്കെ കഴിഞ്ഞ 15 വർഷത്തിലേറെയായി സൗജന്യ ചികിത്സയും സൗജന്യ മരുന്ന് നൽകി അവരുടെ അടുത്തേക്ക് ഒരു രക്ഷകയെ പോലെ ഓടിയെത്തുന്ന ഒരു ഡോക്ടർ. ഒരുപാട് പേപ്പർ റിപ്പോർട്ട്സിലും അതുപോലെ തന്നെ ന്യൂസ് ചാനലുകളിലും കേട്ട് മറന്ന ഒരു പേരാണ് ശോഭന മാമിൻ്റെത്. എന്താണ് ശരിക്കും ഈ ഒരു ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് ഒരു പ്രചോദനമായിട്ട് ഇന്ന് നിൽക്കുന്നത്? എൻ്റെ ഈ ഇത്രയും കാലത്തെ എന്ന് വെച്ചാൽ ഒരു 35 വർഷത്തിൽ കൂടുതലുള്ള എൻ്റെ മെഡിക്കൽ ജീവിതത്തിലെ അല്ലെങ്കിൽ ചികിത്സാ രംഗത്തെ പരിചയത്തിൽ വെച്ച് നോക്കുമ്പോൾ ആ യാത്രയുടെ ഒരു ഘട്ടത്തിൽ കുറച്ച് മലയാറ്റൂര് ജോലി ചെയ്യുന്ന കാലത്താണ് അവിടെ വൃദ്ധസദനങ്ങളുണ്ട്. അവിടെ ദേവദാൻ സഭ എന്ന് പറഞ്ഞ ഒരു ക്രിസ്തീയ സമൂഹത്തിന്റെ ഒരു വൃദ്ധസദനത്തിൽ സേവനം ചെയ്യാൻ പറ്റുമോ എന്ന് അവർ ചോദിച്ചു. പക്ഷെ അവിടെ ചെന്ന് കണ്ടപ്പോൾ നമുക്ക് തികച്ചും അവിടുത്തെ തന്നെ ഒരാളായി അവർക്ക് നമ്മളാൽ കഴിയുന്ന എല്ലാവിധ സഹായവും ചെയ്തു കൊടുക്കാൻ നമ്മൾക്ക് തോന്നും. അത്രയും അശരണരും പരിപാലിക്കാൻ ആരുമില്ലാത്ത ആൾക്കാരെയാണ് അവിടെ കൊണ്ടുവന്ന് അഡ്മിറ്റ് ആക്കുന്നത്. അപ്പൊ അവിടെ സിസ്റ്റേഴ്സ് അതെല്ലാം ചെയ്യുമ്പോൾ ഒരു ഡോക്ടർ എന്നുള്ള നിലയ്ക്ക് എനിക്ക് മെഡിക്കൽ ചെക്കപ്പ് നടത്താനും അവർക്ക് വേണ്ട മരുന്നുകൾ കൊടുക്കാനും, വെറുതെ പ്രിസ്ക്രിപ്ഷൻ കൊടുത്താൽ പോരാ, അവർക്ക് വാങ്ങിക്കൊടുത്ത സാഹചര്യം പോലും ഇല്ലാത്ത
അങ്ങനെയുള്ള ഒരു സെറ്റപ്പാണ് അവിടെ ഉള്ളത്. അപ്പോൾ എനിക്ക് മരുന്നുകൾ കൂടി കൊടുത്താൽ നന്നായിരുന്നു എന്നുള്ള ഒരു തോന്നൽ വന്നു. അങ്ങനെ എല്ലാ മാസവും തന്നെ അവിടെ പോയിട്ട് മെഡിക്കൽ ചെക്കപ്പും അതേപോലെ അവരുടെ ആവശ്യത്തിനനുസരിച്ചുള്ള മരുന്നുകൾ, പലർക്കും ഈ പറഞ്ഞ ജീവിതശൈലി രോഗങ്ങൾ എന്ന് വെച്ചാൽ ഷുഗർ, പ്രഷർ, കൊളസ്ട്രോള്, അല്ലെങ്കിൽ തന്നെ പ്രായാധിക്യം കൊണ്ടുവരുന്ന ഓരോരോ അസുഖങ്ങളെല്ലാം ഉണ്ട്. അപ്പൊ അതിനെല്ലാം മരുന്നുകൾ തന്നെ കൊടുക്കാനും ഒക്കെയുള്ള ഒരു നമ്മൾക്ക് തോന്നിയ മാത്രം പോരല്ല, അതിനുള്ളൊരു സാഹചര്യം കൂടി ഉണ്ടാവണ്ടേ. ദൈവം സഹായിച്ച് എനിക്ക് അതിന് പറ്റുന്നുണ്ട്. ഇപ്പോഴും ഞാൻ അത് തുടർന്നു കൊണ്ടേയിരിക്കുന്നു. കോവിഡ് കാലത്ത് മാത്രം ഒരു ദിവസം അവിടെ പോയി കൊടുക്കാനുള്ളൊരു സാഹചര്യം വന്നില്ല. എന്നിരുന്നാൽ കൂടി ആ മാസവും ഞാൻ മരുന്ന് എത്തിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അവരുടെ ഒരു ദേവദാൻ സെന്റർ എന്നുള്ളത് ഒരു കേരളത്തിലൊട്ടാകെ ഒരു 5-6 സെന്റേഴ്സ് ഉണ്ട്. അതിലൊന്ന് മലയാറ്റൂര്, പിന്നെ ഒന്ന് കാഞ്ഞൂരുണ്ട്. എൻ്റെ പ്രവർത്തന മേഖല എന്ന് വെച്ചാൽ ഹോസ്പിറ്റൽ കാഞ്ഞൂരാണുള്ളത്. അങ്ങനെ അവിടെയും ഞാൻ പോയിട്ട് ഇവർക്ക് വേണ്ട ചികിത്സകളെല്ലാം ചെയ്യുന്നുണ്ട്. ഇടയിലുള്ള ആവശ്യത്തിനും ഒരു ഡോക്ടർ എന്നുള്ള നിലയ്ക്ക് ഏതാവശ്യം വന്നാലും ആദ്യം അവർ എന്നെ വിളിക്കും. വളരെ സന്തോഷത്തോടെ ചാരിതാർത്ഥ്യത്തോടെ തന്നെ ഞാൻ അവിടെ അത് പോയിട്ട് എല്ലാം ചെയ്യുന്നുണ്ട്. ദൈവം സഹായിച്ച് ഈ ദിവസം വരെയും എനിക്കത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. മലയാറ്റൂര് ഞാൻ ഒരു 15 വർഷമായി ഈ ഇത് ചെയ്യുന്നു. അതേപോലെ കാഞ്ഞൂരാണെങ്കിലും ഒരു 13 വർഷമായി. ഈ നമ്മൾ പൈസ കൊടുത്ത് ചില സമയത്ത് മരുന്ന് വാങ്ങി കൊടുക്കേണ്ടി വരുന്നുണ്ട്. എന്നിരുന്നാൽ കൂടി അതിനേക്കാൾ കൂടുതൽ ഞാൻ ഇങ്ങനെ ഒരു സംരംഭത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഇത് എൻ്റെ കയ്യിൽ നിന്ന് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്നറിഞ്ഞ് മെഡിക്കൽ റെപ്രസെന്റേറ്റീവ്സ് അടക്കം എനിക്ക് സാമ്പിൾസ് എല്ലാം തരും. എന്ന് വെച്ചാൽ ഞാൻ ഡയറക്റ്റ് ആയിട്ട് പോകുന്നു എന്നുള്ളതേ ഉള്ളൂ. ഇതിന് പിന്നിൽ കുറച്ച് പേരെല്ലാം എന്നെ സഹായിക്കുന്ന, അതെ മെഡിക്കൽ ഫീൽഡിലൊക്കെ വർക്ക് ചെയ്യുന്ന കുറച്ച് പേരൊക്കെ എനിക്ക് സാമ്പിൾസ് ഒക്കെ തരുന്നതുകൊണ്ടാണ് എനിക്ക് ഇതെല്ലാം കൊണ്ടു കൊടുക്കാനും കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ നമ്മൾ എന്തായാലും ചാരിറ്റിയുടെ ഡീറ്റെയിൽസ് ഇനി കൂടുതൽ സംസാരിക്കും. പക്ഷെ കൂടുതലായിട്ട് നമുക്ക് ഇനി OP വിശേഷങ്ങളിലേക്ക് കിടക്കാം. ഓക്കെ, ഇപ്പൊ മഴക്കാലം എന്ന് പറയുന്നത് പനിക്കാലമാണ്. എല്ലാവർക്കും പനിയാണ്. ഹോസ്പിറ്റലിലുള്ള പനിയുടെ കേസുകൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നമ്മള് ന്യൂസുകൾ വെച്ചാൽ പോലും അറിയില്ല, അഡ്മിറ്റ് ആക്കാൻ സ്ഥലമില്ലാത്തൊരവസ്ഥയിലേക്ക് എത്തിക്കുക. പക്ഷെ ഒട്ടുമിക്ക ആളുകളും ഇപ്പൊ ഒരു 2026 എത്തി നിൽക്കുമ്പോൾ സ്വയം ചികിത്സയാണ്. ഇപ്പോൾ ഞാൻ അടക്കമുള്ള എല്ലാവരും തന്നെ ഞങ്ങൾ കോമൺലി ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, പനി വരും, ഒരു ഡോളോ കഴിക്കും, അത് 650 ഒരു ഡോളോ ഡോസ് എടുക്കുക. ഇനി അപ്പൊ ഇച്ചിരി പനി കുറയും, കുറച്ചു നേരം കഴിയുമ്പോൾ വീണ്ടും ഒരു ഗുളികയോടെ കഴിക്കും. അങ്ങനെ ഒരു ദിവസം 1, 2, 3 ഗുളിക വരെ കഴിക്കുന്ന ആളുകളുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള ഒരു ചികിത്സാ രീതിയോട് ഡോക്ടർ എന്നുള്ള രീതിയിൽ എന്താണ് പറയാനുള്ളത്? എങ്ങനെയാണെങ്കിലും സ്വയം ചികിത്സ എന്നുള്ളത് തുടർന്ന് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ഇപ്പോ അഞ്ജിത പറഞ്ഞതുപോലെ ഒരു ദിവസം ഒരു 3 പാരസെറ്റമോൾ കഴിച്ചു എന്ന് വെച്ചോളൂ, അതൊരു പ്രശ്നമുള്ള കാര്യമല്ല. പക്ഷെ പിറ്റേ ദിവസവും അതേപോലെ പനിയുണ്ട് എന്ന് വെച്ചാൽ തീർച്ചയായിട്ടും ആ ദിവസവും വീണ്ടും കഴിച്ചുകൊണ്ടിരിക്കാന്ന് വിചാരിക്കരുത്. ഡോക്ടറെ തീർച്ചയായിട്ടും കൺസൾട്ട് ചെയ്യണം. കാരണം പണ്ടത്തെ പോലെയുള്ള ഒരു നിരുപദ്രവമായ ഒരു ഫ്ലൂ അല്ല ഇപ്പോ. മുമ്പൊരു ചൊല്ലുണ്ടല്ലോ, ജലദോഷപ്പനി വന്നാൽ ചികിത്സിച്ചാൽ 7 ദിവസം, ചികിത്സിച്ചില്ലെങ്കിൽ ഒരാഴ്ച എന്ന് പറയുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. പലതരം ഫ്ലൂ ആണ് വരുന്നത്. H1N1, അതിന്റെ കുറെ വേരിയൻസ്, വെറുതെ ഇൻഫ്ലുവൻസ, ആ ഇൻഫ്ലുവൻസ ആണെങ്കിലും ഒരു വൈറസ് കൊണ്ട് വരുന്ന സംഭവങ്ങളാണെങ്കിലും അത് നേരെ കുറച്ച് 2-3-4 ദിവസം കഴിയുമ്പോൾ ഒരു സെക്കൻഡറി ബാക്ടീരിയൽ ഇൻഫെക്ഷൻ വരാം, അല്ലെങ്കിൽ തന്നെ വൈറൽ ന്യൂമോണിയ ആയി തീരാം. അപ്പൊ നമ്മൾ ആ ചേഞ്ചസ് എപ്പോ വരുന്നു, എങ്ങനെ വരുന്നു എന്നുള്ളതൊന്നും നമ്മൾക്ക് വീട്ടിലിരുന്നുകൊണ്ട് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. പിന്നെ കുറെ കഴിയുമ്പോൾ പനി മാറിയില്ല ഡോക്ടറെ, ഭയങ്കര ക്ഷീണം എന്നൊക്കെ പറഞ്ഞിട്ട് വരും. അപ്പോഴേക്കും ചിലപ്പോ ആള് ഒരുമാതിരി 2 ദിവസം ബെഡ് റിഡൺ എന്നുള്ള ആ ഒരു ലെവലിലേക്ക് എത്തിയിട്ടുണ്ടാവും. കാരണം ഇപ്പോഴത്തെ പനി അങ്ങനെയാണ്. ഇപ്പോഴത്തെ ഇപ്പൊ ഒരു ഇൻഫ്ലുവൻസ ബി അല്ലെന്ന് വെച്ചാൽ സാധാരണ ഫ്ലൂ ആണെങ്കിൽ കൂടി നല്ല ഹൈ ഫീവർ 2 ദിവസം പനിക്കും. അതോടുകൂടി തന്നെ നമ്മൾ ക്ഷീണിതനാവും. അത് കഴിയുമ്പോഴേക്കും പിന്നെ ചിലർക്ക് വെളുത്ത രക്താണുക്കള്, വൈറ്റ് ബ്ലഡ് സെൽസ് കൗണ്ട് കുറയുന്ന പനിയാണ് ഇപ്പൊ കൂടുതലായിട്ട് കാണുന്നത്. പ്ലേറ്റ്ലെറ്റിൽ വലിയ വ്യത്യാസം കാണുന്നില്ല. അങ്ങനെയൊക്കെ വരുമ്പോൾ ആ ക്ഷീണം ഭയങ്കര ക്ഷീണം. നമ്മൾ സപ്പോർട്ടീവ് മെഷേഴ്സ് കൊടുക്കണം, കംപ്ലീറ്റ് റെസ്റ്റ് വേണം. പലരും ഈ 3 ഡോളോ കഴിച്ചു, ഓഫീസ് പോയി, ജോലി ചെയ്തു, അങ്ങനെ വരുമ്പോഴേക്കും പിറ്റേ ദിവസം ആകുമ്പോഴേക്കും തീർത്തും ആവശ്യതയാവും. അപ്പൊ നമ്മള് നമ്മുടെ ആരോഗ്യം തന്നെ ശ്രദ്ധിക്കണം. എല്ലാം പ്രത്യേകിച്ച് ലേഡീസ് ആവുമ്പോ വീട്ടിലെ കാര്യങ്ങള്, കുട്ടികളെ
നോക്കല്, അതും കഴിഞ്ഞൊരു ഓഫീസിൽ പോക്ക്, അതെ 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 അതെ. ഇതെല്ലാം കൂടി അവർക്ക് താങ്ങാൻ പറ്റില്ല. താങ്ങാൻ പറ്റില്ല. അപ്പൊ ഇപ്പോഴത്തെ പനി കൂടുതൽ ശ്രദ്ധിക്കേണ്ടതാണെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഓക്കെ. ഇപ്പൊ നമ്മൾ പനി കഴിഞ്ഞാലും അത് കഴിഞ്ഞിട്ട് നീണ്ടൊരു ചുമ ഉള്ള ആളുകളെ കാണുന്നുണ്ട്. കഫക്കെട്ട് മാറുന്നില്ല, മാസങ്ങളോളം നീണ്ടു നിൽക്കുന്ന കഫക്കെട്ടിലേക്ക് അത് പോകുന്നുണ്ട്. ശരിക്കും അതിന്റെ റീസൺ എന്താണ്? അലർജിക് ടെൻഡൻസി നിൽക്കുന്നുണ്ട്. അതിനൊരു പ്രധാന റീസൺ ഇപ്പൊ മഴക്കാലത്ത് പൊടിയുടെ അധികം ശല്യമില്ല എന്നുള്ളത് പറയാം. പക്ഷെ എയർ പൊല്യൂഷൻ നല്ലോണം ഉണ്ടല്ലോ. അപ്പൊ അങ്ങനെ വരുമ്പോ അതൊരു കാരണമായിട്ട് തീരാം. പിന്നെ ഈ പറഞ്ഞ പോലെ ഇമ്മ്യൂണിറ്റി കുറവ് വരുമ്പോഴേക്കും നമ്മൾക്ക് ഓരോ അസുഖങ്ങൾ വരുമ്പോൾ അത് റെസിസ്റ്റ് ചെയ്യാനുള്ള ശക്തി കുറയും. പിന്നെ പ്രധാനമായിട്ട് ചിലർ പറയുന്ന പോസ്റ്റ് കോവിഡ് ഇറ പീരീഡ്, ആ സമയത്ത് ഇങ്ങനെയുള്ള റെസ്പിറേറ്ററി പ്രോബ്ലംസ് കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട് എന്നുള്ളതാണ് പ്രധാന കാരണം. സയന്റിഫിക്കലി അത് പ്രൂവൺ ആണോ? അല്ല, എന്ന് വെച്ചാൽ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ വരുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു ഇത്തിരി പ്രശ്നങ്ങൾ വരുമ്പോഴേക്കും അലർജിക് ബ്രോങ്കൈറ്റിസ് അല്ലെങ്കിൽ ഒരു തുമ്മല് ജലദോഷം അങ്ങനെ അപ്പർ റെസ്പിറേറ്ററി ആയിട്ട് തുടങ്ങിയിട്ട് അത് ചുമയിലേക്കും ബ്രോങ്കൈറ്റിസിലേക്കും ഒക്കെ മാറുന്ന ഒരു ടെൻഡൻസി കോവിഡ് കഴിഞ്ഞതിന് ശേഷമാണ് കൂടുതലായിട്ട് കണ്ടുവരുന്നത്. അത് നമ്മുടെ ചിലപ്പോൾ റെസ്പിറേറ്ററി സിസ്റ്റത്തിനെ കോവിഡ് വൈറസ് വന്നിട്ട് കുറച്ച് എഫക്ട് ചെയ്ത് കാണുമായിരിക്കും. പിന്നെ പക്ഷെ കൂടുതൽ ആവാതിരിക്കാൻ കോവിഡ് വാക്സിനേഷൻ ഉപകരിച്ചിട്ടുണ്ട്. പക്ഷെ അതില് ഇപ്പോ കോൺട്രഡിക്ടറി ആയിട്ട് വരുന്നത് വാക്സിൻ എടുത്തതിന് ശേഷം കൂടുതൽ പ്രശ്നങ്ങൾ വരുന്നുണ്ട്, നെഞ്ചുവേദന വരുന്നു, കിതപ്പ് വരുന്നു എന്നൊക്കെ പറഞ്ഞ് കേൾക്കാം. അത് കോവിഡ് വന്നതിനെ തുടർന്നുണ്ടായ പ്രശ്നങ്ങളാവാനാണ് സാധ്യത. സഡൻ ഡെത്ത് അല്ലെങ്കിൽ കൊളാപ്സ് ചെയ്യണു, അങ്ങനെയുള്ളതൊക്കെ. എന്ന് വെച്ചാൽ കോവിഡ് വൈറസ് സത്യം പറയുകയാണെങ്കിൽ കമ്പാരിറ്റീവ്ലി പുതിയൊരു വൈറസ് ആയിരുന്നു 2019-20 കാലഘട്ടത്തില്. അത് പലതരം ഒമിക്രോൺ അങ്ങനെ പല കാറ്റഗറിയിൽ വന്ന് അത് 2-3 വർഷം കഴിഞ്ഞപ്പോഴേക്കും നമ്മൾക്ക് സമൂഹത്തിനൊരു ഇമ്മ്യൂണിറ്റി കിട്ടും. ഹേർഡ് ഇമ്മ്യൂണിറ്റി എന്ന് പറയും. എന്ന് വെച്ചാൽ കുറെ പേർക്ക് വന്നു. ആദ്യം വരുമ്പോ ഒരൊറ്റ ആൾക്കും അത് വന്നിട്ടില്ല, ഇമ്മ്യൂണിറ്റിയേ ഇല്ല, എല്ലാവരും അപകടത്തിലേക്ക് നീങ്ങുകയാണ്. അങ്ങനെയാണ് കുറെ കോവിഡ് മരണങ്ങൾ അന്നൊക്കെ ഉണ്ടായത്. പ്രത്യേകിച്ച് കോമോർബിഡിറ്റീസ്, കൂട്ടത്തില് വേറെ അസുഖങ്ങളുള്ള ആൾക്കാർക്ക് പ്രശ്നം വന്നത്. പക്ഷെ അത് കഴിഞ്ഞ് പിന്നെ 2 വാക്സിനേഷൻ മസ്റ്റ് ആയിരുന്നല്ലോ നമ്മൾക്ക് മൈഗ്രേറ്റ് ചെയ്യാനും എന്തിനുള്ളതാണെങ്കിലും 2 അതും അങ്ങനെ വന്നപ്പോഴേക്കും പിന്നെ വന്നിട്ട് ഒരു കമ്മ്യൂണിറ്റിയില് വാക്സിനേഷൻ എടുത്ത് ഇമ്മ്യൂണിറ്റി അല്ലെങ്കിൽ അതിനെതിരായിട്ടുള്ള പ്രതിരോധ ശക്തി ഉള്ള ആൾക്കാരും പിന്നെ അതല്ലാതെ ഒരു ഹേർഡ് ഇമ്മ്യൂണിറ്റി HERD ഹേർഡ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ട്. അതും കൂടി കിട്ടിയപ്പോഴാണ് ഇപ്പോഴും ഇപ്പൊ വേറെ എവിടെയെങ്കിലും 1-2 കുറച്ച് കോവിഡുകളൊക്കെ വരുന്നുണ്ട്, കോവിഡ് ഇൻഫെക്ഷൻ ഉണ്ട്, പക്ഷെ അതൊരു പ്രശ്നത്തിലേക്ക് ആവാതെ ഇരിക്കുന്നത്. നമ്മളത് ഇമ്മ്യൂണായി. അപ്പൊ അതാ വാക്സിനേഷൻ അതിലൊരു റോൾ ഉണ്ട് എന്ന് വെച്ചാൽ പ്രശ്നത്തിലേക്ക് നീങ്ങാതിരിക്കാനുള്ളത്. നമ്മൾ വാക്സിനേഷന്റെ കാര്യമാണ് എന്തായാലും സംസാരിച്ചത്. ഇപ്പൊ നമ്മൾക്കിപ്പോ ഒരു അസുഖം വന്നാൽ മാത്രമാണ്, അല്ലെങ്കിൽ ഇപ്പൊ കോവിഡ് ആയപ്പോ കമ്പൽസറി ആയിരുന്നു വാക്സിൻ എടുക്കണം എന്നുള്ളത്. അപ്പൊ അതുപോലെ സാധാരണ ഒരു മനുഷ്യൻ ഏതൊക്കെ വാക്സിനുകളാണ് എടുക്കേണ്ടത്? അങ്ങനത്തെ കുറച്ച് ക്രൈറ്റീരിയാസ് ഉണ്ടോ നിലവിൽ? ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. കാരണം എന്താന്ന് വെച്ചാൽ നമ്മള് കുട്ടികൾക്കൊരു ഇമ്മ്യൂണൈസേഷൻ ഷെഡ്യൂൾ WHO കീഴിലുള്ളത് ഉണ്ട്. അത് നമ്മൾ 15 വയസ്സ് വരെ എന്ന് വെച്ചാൽ TD വാക്സിൻ 10ാം ക്ലാസ്സിലുള്ളതും കൂടി കഴിഞ്ഞാൽ അത് കഴിഞ്ഞു. പിന്നെ വാക്സിൻ ചാർട്ടിലുള്ളതെല്ലാം കഴിഞ്ഞു. അപ്പൊ പക്ഷെ ആൾക്കാരുടെ വിചാരം അത് കഴിഞ്ഞു. പിന്നെ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എങ്ങനെയാണെന്ന് വെച്ചാൽ പലരും പുറത്തു പോവാനായിട്ട് അവർക്ക് ചില വാക്സിൻസ് നിർബന്ധമാണ്. ഹെപ്പറ്റൈറ്റിസ് B. പക്ഷെ ഹെപ്പറ്റൈറ്റിസ് B ഒക്കെ ഇപ്പൊ മറ്റ് ഇമ്മ്യൂണൈസേഷൻ ഷെഡ്യൂളിൽ പെടുന്നുണ്ട് കേട്ടോ. അതല്ലെങ്കിൽ ഇപ്പൊ ഒരു ഹോസ്റ്റലിലേക്ക് പോവുകയാണെങ്കിൽ ചിക്കൻ പോക്സ് വാക്സിൻ നിർബന്ധമാണ്. അങ്ങനെയുള്ള കുറച്ച് വാക്സിനേഷൻ. അതല്ലാതെ തന്നെ അഡൾട്ട് ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാം എന്ന് പറയുന്ന ഒരു ഇത് വരുന്നുണ്ടെന്നല്ല കേട്ടോ. കഴിഞ്ഞ 4-5 വർഷമായിട്ട് ഞാനൊക്കെ എല്ലാ വർഷവും ഇൻഫ്ലുവൻസ വാക്സിൻ ഒക്കെ എടുക്കുന്നതാണ്. എന്ന് വെച്ചാൽ അത് ഈ ഓരോ വർഷവും ഈ വൈറസിന് മ്യൂട്ടേഷൻ സംഭവിച്ച് വേറെ ഓരോ വേരിയന്റ് ആയിരിക്കും ആക്റ്റീവായിട്ട് വരുന്നത്. അപ്പോൾ ഓരോ വർഷവും ഇൻഫ്ലുവൻസ വാക്സിൻ എടുക്കണം. കോൾഡ് വരില്ല, സ്നീസിങ്ങോ അങ്ങനെയൊന്നും വരില്ല എന്നുള്ളതല്ല അതിന്റെ ഉദ്ദേശം. വരാം, പക്ഷെ അത് മൈൽഡായിട്ട് പോകും. കൂടുതൽ ബാധിക്കില്ല, ലങ്സിനെ ഒന്നും ബാധിക്കില്ല. പിന്നെ വരുന്നത് ന്യൂമോകോക്കൽ വാക്സിൻ അഡൾട്ടിന് ഉള്ളത്. അത് ന്യൂമോണിയ ഇപ്പോ ഇങ്ങനെ വൺസിനെ ഒരു ജീവിതത്തിൽ ഒറ്റ തവണ എടുത്താൽ മതി എന്നുള്ള ന്യൂമോകോക്കൽ വാക്സിൻ ഉണ്ട്. പിന്നെ ഷിംഗിൾസിന് എന്ന് വെച്ചാൽ ഹെർപ്പിസ് മറ്റേ
ഹെർപ്പിസ് സോസ്റ്റർ, അതിനെതിരായിട്ടുള്ള വാക്സിൻ ഉണ്ട്. വേരിസെല്ല സോസ്റ്റർ എന്ന് പറയുന്നത് ചിക്കൻ പോക്സ്, അതിനുള്ള വാക്സിൻ ഉണ്ട്. ടൈഫോയിഡ് വാക്സിൻ ഉണ്ട്. എല്ലാത്തിനും ഇപ്പൊ വാക്സിൻസ് ഉണ്ട്, അവയറല്ല. പക്ഷെ ഈ റെസ്പിറേറ്ററി ഇൻസിഡൻസ് കൂടുന്തോറും ഈ ഇൻഫ്ലുവൻസ വാക്സിനും ന്യൂമോകോക്കൽ വാക്സിനെങ്കിലും എടുത്താൽ നന്നായിരിക്കും. പക്ഷെ ഇപ്പൊ ഷിഗല്ലയാണ് ട്രെൻഡിങ്. ഷിഗല്ല എന്ന് പറയുന്നത് വാക്സിൻ ഉണ്ടോ? അതിന് വാക്സിൻ ഇല്ലെന്നാണ് എന്റെ ഒരു അറിവ്. കാരണം അതൊരു ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആണ് ഷിഗല്ലോസിസ്. അത് ശരിക്കും ഉണ്ടാവുന്നത് വയറുവേദന, പനി, ഛർദി, ലൂസ് മോഷൻ. അത് ചിലപ്പോൾ ബ്ലഡി സ്റ്റൂൾസ് മോഷൻ ആയിരിക്കാം, എന്നുവെച്ചാൽ ഡയറിയോ അല്ലെങ്കിൽ ഡിസെൻട്രി ലെവലിലേക്ക് വരും. ഷിഗല്ലയുടെ ഇൻഫെക്ഷന്റെ സിവിയറിറ്റിക്ക് അനുസരിച്ചാണ് കാര്യങ്ങൾ. പക്ഷെ കുറെ തവണ ലൂസ് മോഷൻ ഉണ്ടായി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് ഡീഹൈഡ്രേഷൻ വരും. അപ്പൊ നമ്മൾ ഹൈഡ്രേഷൻ മെയിൻറ്റെയിൻ ചെയ്യണം. പിന്നെ ഷിഗല്ല ഒരു ബാക്ടീരിയയും കൂടി ആയതുകൊണ്ട് ആന്റിബയോട്ടിക് വേണം. കൂടുതൽ ഡീഹൈഡ്രേഷൻ വന്ന് നിർജ്ജലീകരണം വരുമ്പോഴേക്കും എല്ലാ ഇലക്ട്രോലൈറ്റ് ഇംബാലൻസ്, അങ്ങനെ പല പല കാര്യങ്ങളിലേക്ക് നീങ്ങും കാര്യങ്ങൾ. അങ്ങനെ വരുമ്പോഴായിരിക്കണം ഈ ഇപ്പൊ മരണങ്ങൾ കൂടുതലുണ്ടല്ലോ. കുട്ടികളെയാണ് കൂടുതൽ ബാധിക്കുന്നതെന്ന് പറയുന്നു. 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾ വരുമ്പോഴേക്കും നമ്മള് ഇമ്മ്യൂണിറ്റിയുടെ അതിനേക്കാളും വരുമ്പം ചിലപ്പോ അവർക്ക് ഡീഹൈഡ്രേഷൻ വരുമ്പോ പെട്ടെന്ന് വരും. ബോഡി വെയിറ്റ് അധികം ഇല്ലല്ലോ. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോഴേക്കും അത് റെസിസ്റ്റ് ചെയ്ത് നിൽക്കാനുള്ള ഇതാണ് പറയണത്. ഏത് അസുഖമാണെങ്കിലും ഒരു ഫസ്റ്റ് ഡേ നമുക്ക് ഡോക്ടറെ കൺസൾട്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ കൂടി സെക്കൻഡ് ഓർ തേർഡ് ഡേ നിർബന്ധമായിട്ടും ഡോക്ടറെ കൺസൾട്ട് ചെയ്യണം. എന്ന് വെച്ചാൽ കോംപ്ലിക്കേഷൻസിലേക്ക് പോവാതെ നോക്കുക എന്നുള്ളത് പേഷ്യന്റിന്റെയോ ബൈസ്റ്റാൻഡേഴ്സിന്റെയോ കടമയാണ്. പിന്നെ ആന്റിബയോട്ടിക്കിന്റെ കാര്യം ചോദിക്കാനുണ്ട്. അതായത് നമ്മൾ പനി വരുമ്പോ ഈ ആന്റിബയോട്ടിക് ഒരു തവണ എടുക്കുന്നു, പക്ഷെ കുറച്ച് നാൾ കഴിയുമ്പോൾ പനി വരുമ്പോ ആ സെയിം സ്ട്രിപ്പ് കളയാതെ എടുത്തു വെക്കുന്ന ആൾക്കാരുണ്ട്. മെഡിക്കൽ സ്റ്റോറിൽ പോയി ചോദിച്ചാൽ അത് വാങ്ങിച്ച് കഴിക്കുന്നവരുണ്ട്. അവരോട് എന്താ ശരിക്കും പറയാനുള്ളത്? അല്ല, ഇപ്പൊ ഗവൺമെന്റ് ആന്റിബയോട്ടിക്കിന് കുറെ റെസ്ട്രിക്ഷൻസ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. മുൻപത്തെ പോലെയല്ല. ഓവർ ദ കൗണ്ടർ അങ്ങനെ കിട്ടില്ല. ആന്റിബയോട്ടിക്കിന് പ്രിസ്ക്രിപ്ഷൻ വേണം എന്നുള്ളത് ഒരു മസ്റ്റാണ്. പിന്നെ ആന്റിബയോട്ടിക് ആണ് ഇപ്പൊ ഗവൺമെന്റ് ഹോസ്പിറ്റലിലൊക്കെ ചെന്ന് കഴിഞ്ഞെന്ന് വെച്ചാൽ വേറെ എല്ലാ മരുന്നുകളും വെള്ള കവറിൽ കൊടുത്തിട്ടുണ്ടെങ്കിലും ആന്റിബയോട്ടിക് ഒരു നീല കവറിലായിരിക്കും കൊടുക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ അതില് 5 ഡേയ്സിനുള്ളത് കൊടുത്തിട്ടുണ്ടായിരിക്കും. ഇടയിൽ വെച്ച് നിർത്താൻ പാടില്ല. ഇപ്പൊ പനി വന്നു എന്ന് വെച്ചോളൂ, നമ്മളിപ്പോ ഒരു 2-3 ദിവസം പാരസെറ്റമോൾ കൊടുക്കും. കാരണം ബോഡി പെയിനും അതിൻ്റെതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ടെമ്പറേച്ചർ ചിലപ്പോൾ ഒരു ദിവസം കൊണ്ട് കുറയും. എന്നിരുന്നാൽ കൂടി ചിലപ്പോൾ തലവേദന ബാക്കി ഉണ്ടാവും, മസിൽ പെയിൻ ബാക്കി ഉണ്ടാവും. അപ്പൊ ഒരു 2 ദിവസം കൂടിയും ചിലപ്പോൾ ഇത് കൊടുക്കും. പക്ഷെ അതിന്റെ കൂടെ ഒരു ആന്റിബയോട്ടിക്, ഇപ്പൊ നല്ല പ്രൊഡക്റ്റീവ് കോഫ് ഉണ്ട്, മറ്റേ ചുമച്ചു വരണ കഫത്തില് മഞ്ഞ നിറുണ്ട്, അങ്ങനെയൊക്കെ വരുമ്പോൾ അത് സെക്കൻഡറി ഇൻഫെക്ഷൻ വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഒരു ആന്റിബയോട്ടിക് തീർച്ചയായിട്ടും കൊടുത്തിരിക്കണം. ആ ആന്റിബയോട്ടിക് ആവുമ്പോൾ അത് നീല നിറത്തിലുള്ള കവറിലാണ് കൊടുക്കുക. 5 ദിവസത്തേക്കെങ്കിലും മിനിമം കഴിച്ചിരിക്കണം. അത് പറഞ്ഞു മനസ്സിലാക്കും വേണം. പൊതുജനം അത് അംഗീകരിക്കുകയും കൂടി വേണം. കാരണം എന്താന്ന് വെച്ചാൽ ചിലര് മിക്കവാറും അത് ഇടയിൽ വെച്ച് നിർത്തും. അങ്ങനെ കുറച്ച് ദിവസങ്ങൾ അങ്ങനെയൊക്കെ പോയി പിന്നെയും ഇത് അഞ്ജിത ചോദിച്ചതുപോലെ പിന്നെയും ഇതേ തന്നെ വാങ്ങി കഴിച്ചു. ഒരു 2 ദിവസം വീണ്ടും കഴിച്ചു, വീണ്ടും സ്റ്റോപ്പ് ചെയ്തു. കുറച്ച് കഴിയുമ്പോ ഏത് ബാക്ടീരിയ ആണോ ഇതിന് നമ്മുടെ ഉള്ളിൽ കയറി അത് ഈ ആന്റിബയോട്ടിക്കിന് റെസിസ്റ്റന്റ് ആവും. അപ്പൊ പിന്നെ ഈ ആന്റിബയോട്ടിക് കൊടുത്തിട്ട് കാര്യമില്ലാത്തൊരവസ്ഥ വരും. അങ്ങനെ നമ്മള് ഇങ്ങനെ ഒരു റാഷണൽ അല്ലാത്ത രീതിയിൽ ആന്റിബയോട്ടിക് കൊടുക്കാനും പാടില്ല. ഇപ്പോഴത്തെ ട്രെൻഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഗൂഗിളിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ആളുകളാണ്. സോഷ്യൽ മീഡിയ, ഗൂഗിൾ, അവർ പറയുന്നതാണ്. ഇപ്പൊ ChatGPT തുടങ്ങിയിട്ടുണ്ട്. എന്തെങ്കിലും ഒരു ലക്ഷണം വന്ന് അപ്പൊ സെർച്ച് ചെയ്യുന്നു, അവർ തന്നെ ഡിറ്റക്ട് ചെയ്യുകയാണ് ഈ സിംറ്റംസ് വെച്ചിട്ട് ഇതാണ് രോഗം എന്നുള്ളത്. ആശുപത്രിയിൽ വരാൻ തന്നെ മടിയുള്ള ആൾക്കാർ ഇങ്ങനെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവരെന്തെങ്കിലും മരുന്ന് വാങ്ങിച്ച് കഴിക്കുന്നു. ശരിക്കും നമുക്ക് കുറെ വാർണിംഗ് സയൻസ് എന്ന് പറഞ്ഞ ഒരു കോൺസെപ്റ്റ് ഉണ്ട്. അതായത് ഒരു അസുഖങ്ങൾ വരുന്നതിന് മുമ്പ് അപ്പൊ നമ്മുടെ ശരീരം ഒരു അസുഖത്തിന് മുന്നോടിയായിട്ട് കാണിക്കുന്ന അത്തരം സിഗ്നൽസ് എന്തൊക്കെയാണ്? അതെങ്ങനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും? അത് തീർച്ചയായിട്ടും ഉണ്ട്. ഇപ്പൊ പനിയുടെ കാര്യം മാത്രമല്ല, പനി വരുമ്പോഴേക്കും അത് നമ്മൾ ശ്രദ്ധിക്കണം. പനി പല കാരണങ്ങളെ കൊണ്ടും ഉണ്ടാവാം. ഇപ്പോഴത്തെ പറഞ്ഞതുപോലെ മറ്റേ വൈറൽ ഫീവർ കൊണ്ടോ അല്ലെങ്കിൽ ഒരു റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ കൊണ്ടോ അപ്പർ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ കൊണ്ടോ ടോൺസിലൈറ്റിസ് കൊണ്ടോ ഒക്കെ വരാം. പക്ഷെ അത് ന്യൂമോണിയ ലെവലിലേക്ക് മാറിക്കഴിഞ്ഞാൽ പനി കൂടുതൽ നാൾ നിൽക്കും, ശ്വാസമുട്ട് വരും, ചുമ വരും, അതിന്റെ വ്യത്യാസങ്ങൾ പലതും വരും, ക്ഷീണവും വരും. അതല്ലാതെ തന്നെ ഇപ്പൊ നമ്മൾക്ക്
ഇതൊക്കെ അക്യൂട്ട് ഫേസുകളാണ്. ഓക്കെ. ഇതല്ലാതെ ഇപ്പൊ നമ്മൾ സാധാരണ പോലെ ജീവിക്കണു, നമ്മൾക്ക് യാതൊരു പ്രശ്നങ്ങളും അപ്പാരന്റ്ലി എന്ന് വെച്ചാൽ കാണുന്നവർക്കില്ല, അല്ലെങ്കിൽ അവന് കുറച്ച് കഴിയുമ്പോൾ ഒരു കാരണവും ഇല്ലാതെ ഒരു വെയിറ്റ് ലോസ് വരിക. ഓക്കെ. ഒരു മുമ്പ് കാണുന്ന ആൾക്കാർ ഇപ്പൊ വരുമ്പോ അയ്യോ ഇത് എന്താ ഇത്ര വെയിറ്റ് കുറഞ്ഞത് അങ്ങനെ ചോദിക്കും. അപ്പൊ അങ്ങനെ ഒരു കാരണമില്ലാത്ത രീതിയിലുള്ള വെയിറ്റ് ലോസ്, അത് ഡയബറ്റിക് പേഷ്യൻസിന് വരാം. പിന്നെ ഉള്ളിൽ എവിടെയെങ്കിലും ക്യാൻസർ പെട്ടെന്ന് അതിന്റെ സിംറ്റംസ് കണ്ടോളണമെന്നില്ല. ഇപ്പൊ ലേറ്റന്റ് ആയി കിടക്കണ ഏതെങ്കിലും ഒരു ക്യാൻസർ പേഷ്യൻസിന് അങ്ങനെ വരാം. പിന്നെ ഈ പറഞ്ഞ പോലെ ഒന്നുമില്ലാത്തൊരു രീതിയിലുള്ള ക്ഷീണം, നമുക്കൊരു സ്റ്റാമിന ഇല്ലാത്തൊരു ഫെറ്റിഗബിലിറ്റി, ഈസി ഫെറ്റിഗബിലിറ്റി എന്ന് വേണമെങ്കിൽ പറയാം. ജോലി ചെയ്തോണ്ടിരിക്കുന്ന മുമ്പ് ഒരാഴ്ച മുമ്പ് വരെ ചെയ്ത ജോലി ഇപ്പൊ അങ്ങോട്ട് ചെയ്യാൻ പറ്റുന്നില്ല, കുറച്ച് കഴിയുമ്പോഴേക്കും വയ്യാതെ വരിക, അങ്ങനെയുള്ളത് ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ വരുന്നത് മറ്റേ ലേഡീസിന് പറയുകയാണെങ്കിൽ ബ്ലീഡിങ്ങിന്റെ ഒക്കെ മെൻസ്ട്രൽ പീരീഡ് ആ ഒരു റിപ്രൊഡക്റ്റീവ് ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാണെങ്കിലും സാധാരണത്തല്ലാത്ത രീതിയിലുള്ള പീരീഡ്സ് വരിക, അതിന്റെ ബ്ലീഡിങ്ങിന്റെ ക്വാണ്ടിറ്റി കൂടുക. ഇനിയിപ്പോ പീരീഡ്സ് നിന്ന് മെനോപോസ് കഴിഞ്ഞിട്ടുള്ള ഇതാണെങ്കിലും ആ സമയത്തുള്ളതാണ് കൂടുതൽ പ്രശ്നം വരുന്നത്. പീരീഡ്സ് ഉണ്ടെങ്കിൽ അല്ല ബ്ലീഡിങ് ഉണ്ടെന്ന് വെച്ചാൽ അതെന്തായാലും ഡോക്ടറെ കൺസൾട്ട് ചെയ്തിരിക്കണം. പിന്നെ വരുന്നത് 3-4 ആഴ്ചയിലധികം വരുന്ന ചുമ. അധികം വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിലും ഒരു ചുമ എന്നുള്ളത് ഇങ്ങനെ കുറെ നാളുകൾ നിൽക്കണു. അതേപോലെ ചിലപ്പോ TBയിലൊക്കെ ഈവനിങ് റൈസ് ഓഫ് ടെമ്പറേച്ചർ ഉണ്ടാവും, വെയിറ്റ് ലോസ് ഉണ്ടാവും, ട്യൂബർകുലോസിസ് ഒക്കെ ആണെന്ന് വെച്ചാല്. ഇനി അതല്ലെങ്കിലും പെട്ടെന്ന് സൗണ്ട് പോവുക, ഭയങ്കരമായിട്ട് ശ്വാസം മുട്ട് വരിക, ഇങ്ങനെയൊക്കെ ഉണ്ടാവുമ്പോ ഡോക്ടറെ കൺസൾട്ട് ചെയ്യാന്നുള്ളതാണ് ബേസിക് ആയിട്ടുള്ള. ഇങ്ങനത്തെ കാര്യങ്ങളെ അവഗണിക്കാൻ പാടില്ല. അപ്പൊ ചിലപ്പോ ലങ് ക്യാൻസറിന്റെ ഒക്കെ തുടക്കവും അങ്ങനെയൊക്കെ ആവാം. ഇങ്ങനെ പിന്നെ അതേപോലെ വല്ല അരിമ്പാറ പോലെ എന്തെങ്കിലുമൊക്കെ ശരീരത്തിൽ എവിടെയെങ്കിലും പാടുകളൊക്കെ ഉണ്ടെങ്കിൽ, ഈവൻ ഒന്നും വേണ്ട പാടുകളാണെങ്കിൽ കൂടി അതിന് കുറച്ചുകൂടി വലിപ്പം വെക്കുക, അല്ലെങ്കിൽ ആ ഭാഗത്തിന്റെ അതിന്റെ ചുറ്റും വേദന വരിക, അങ്ങനെയൊക്കെ ആണെങ്കിൽ അത് ചിലപ്പോൾ ബയോപ്സി എടുക്കേണ്ടി വരും. അതേപോലെ ഇപ്പോഴത്തെ ഒരു ഇൻസിഡൻസ് ഇതിന്റെ ആനുകാലികം വെച്ച് നോക്കുകയാണെങ്കിൽ ബ്രസ്റ്റ് ക്യാൻസർ ഏജിന്റെ യാതൊരു ഇതുമില്ല, യങ്സ്റ്റേഴ്സിനടക്കം വരുന്നുണ്ട്, ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ട്. അപ്പോൾ സെൽഫ് എക്സാമിനേഷൻ ഓഫ് ബ്രസ്റ്റ് തീർച്ചയായിട്ടും അത് ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ തന്നെ ഈ നിപ്പിൾ റിട്രാക്ഷൻ എന്ന് പറയുന്ന ഒരു അവസ്ഥ വരും. സ്വതവേ ജന്മന ചിലർക്ക് അങ്ങനെ ഉണ്ട് കേട്ടോ, അത് പ്രശ്നമുള്ളതല്ല. പക്ഷെ സാധാരണ ലെവലിൽ നിന്നിരുന്ന നിപ്പിള് പെട്ടെന്ന് ഉള്ളിലേക്ക് ഒരു വലിച്ചില് അങ്ങനെ വരുന്നുണ്ടെങ്കിലും അത് ശ്രദ്ധിക്കണം. അപ്പൊ ഈ സെൽഫ് എക്സാമിനേഷനിൽ വല്ല തടിപ്പ് എന്തെങ്കിലും കണ്ടെങ്കിൽ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്താൽ, മാമോഗ്രാഫി ചെയ്താൽ അതല്ല എന്നുള്ളത് ഉറപ്പിച്ച് നമുക്ക് സമാധാനമായിട്ട് ഇരിക്കാമല്ലോ. അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് കൂടുതലും ശ്രദ്ധിക്കേണ്ടത്. പിന്നെ മലം കറുത്തു പോവുക, അയൺ ഗുളിക കഴിക്കുമ്പോൾ മലം ബ്ലാക്കിഷ് സ്റ്റൂൾ ഉണ്ടാവാം. അതല്ലാതെ വേറെ ഒരു കാര്യം ഇല്ലാതെ മലം കറുത്തു പോവുകയാണെങ്കിൽ അത് ഇന്റേണൽ ബ്ലീഡിങ്, ഇൻഡസ്റ്റൈനിന്റെ അകത്ത് എവിടെയെങ്കിലും ഒരു വല്ല അൾസറേഷനോ അങ്ങനെ എന്തിന്റെങ്കിലും ഒരു ഇതുണ്ടാവാം. അതും നമ്മൾക്ക് തരണ ഒരു വാർണിംഗ് സൈനാണ്. ഇത്രയും വാർണിംഗ് സൈൻസ് ഒക്കെയാണ് മെയിൻലി ചെയ്യുന്നത്. ഡോക്ടർ ഡയബറ്റോളജിയുടെ സ്പെഷ്യലിസ്റ്റ് ആണ്, ഡയബറ്റോളജി പ്രാക്ടീസ് ഉണ്ട്. അപ്പോൾ നമുക്ക് പ്രമേഹ രോഗികൾ ഡേ ബൈ ഡേ ഒത്തിരി കൂടിക്കൊണ്ടിരിക്കുകയാണ്, ഇഷ്ടം പോലെയാണ്, ചെറുപ്പക്കാരിൽ ഇപ്പൊ ഉണ്ട്. അപ്പോ ഈ പ്രമേഹം വരുന്നതിന് മുമ്പ് നമ്മുടെ ശരീരം കുറച്ച് ലക്ഷണങ്ങളൊക്കെ കാണിക്കും സാധാരണ, അതെന്തൊക്കെയാണ്? ഇപ്പൊ ശരിക്കും പറയുകയാണെങ്കിൽ ഇൻസിഡൻസ് ഓഫ് ഡയബറ്റീസ് ഭയങ്കരമായിട്ട് കൂടുതലുണ്ട്. അതില് വേൾഡിലെ ഡയബറ്റീസ് ക്യാപിറ്റലാണ് ഇന്ത്യ. ഇന്ത്യയിലെ കൂടുതൽ ഇൻസിഡൻസ് ഉള്ളത് കേരളത്തിലാണ്, പോപ്പുലേഷൻ ഇതുള്ളത്. പക്ഷെ നമ്മളതില് പ്രീ ഡയബറ്റിസ് സ്റ്റേജ് എന്നുള്ളതുണ്ട്, അത് പറയാം. സയൻസ് ഞാൻ പറയാം എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒരു കൂടുതലായിട്ട് ദാഹം തോന്നും, ഭയങ്കരമായിട്ട് വെള്ളം കുടിക്കണം, കൂടുതൽ ദാഹം, ഇൻക്രീസ്ഡ് തേഴ്സ്റ്റ്, ഇൻക്രീസ്ഡ് ആപ്പിറ്റൈറ്റ് എന്ന് വെച്ചാൽ ഒരു ആക്രാന്തമാണ്, എന്ത് കഴിച്ചാലും പോരാ, ഇനിയും കഴിക്കണം എന്നുള്ള തോന്നൽ വരും. ഇത്രയൊക്കെ കഴിച്ചാലും വെയിറ്റ് ലോസും വരും. പിന്നെ രാത്രി കൂടുതൽ തവണ മൂത്രം പോകും. പകലുള്ളതിനേക്കാളും, പകല് ചിലപ്പോൾ നമ്മൾ എൻഗേജ്ഡ് ആയതുകൊണ്ടാണോ എന്നറിയില്ല, രാത്രി കൂടുതൽ തവണ മൂത്രം പോകും. ഇങ്ങനത്തെയൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ബ്ലഡ് ഷുഗർ നോക്കണം. പിന്നെ ഫാമിലി ഹിസ്റ്ററി ഉണ്ടെങ്കിൽ ഇങ്ങനത്തെ സയൻസ് ഒട്ടും, അത് ശരിക്കും മെഡിക്കൽ ചെക്കപ്പ് ഒക്കെ ചെയ്യേണ്ടതാണ് കാര്യങ്ങള്.
ജനറ്റിക്സ് ശരിക്കും അഫക്ട് ചെയ്യുന്നുണ്ട്, ഫാമിലി ഹിസ്റ്ററി ഉണ്ട് നല്ലപോലെ ഇപ്പൊ അതുണ്ട്. അതിനേക്കാളും ലൈഫ് സ്റ്റൈലാണ് എല്ലാം കൂടി വരുന്നുണ്ട്. ഫാമിലി ഹിസ്റ്ററി ഉള്ളവർക്ക് ഇന്നല്ലെങ്കിൽ നാളെ ഡയബറ്റീസ് വരും എന്നുള്ളത് ഉറപ്പാണ്. പക്ഷെ ഇപ്പോഴത്തെ യങ്സ്റ്റേഴ്സ് കുറെയൊക്കെ അതിനെ പറ്റി ബോധേഡാണ്. അതുകൊണ്ട് അത് ഒരു ചെയ്യുന്ന ആളുകളും ഉണ്ടല്ലോ. ഷുഗർ കട്ട് മാത്രല്ല, ഗ്ലൂക്കോസ് കട്ട്, എക്സസൈസും അങ്ങനത്തെ കാര്യങ്ങൾ, അങ്ങനത്തെയൊക്കെ ബോധർ ചെയ്യുന്ന ആൾക്കാരുണ്ട്. പിന്നെ ഈ ഒരു അവസ്ഥ നിയന്ത്രിക്കാതെ പോയാ, ഇപ്പൊ നമുക്ക് പ്രമേഹം ഉണ്ട്, പക്ഷെ ചില ആളുകൾ ഇപ്പൊ ടാബ്ലറ്റ് കഴിക്കുന്നാലും മധുരം കഴിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട്, അങ്ങനത്തെ കോണ്ടന്റൽ ആയിട്ടുള്ള സംഭവങ്ങൾ കഴിക്കുന്നവരുണ്ട്. അപ്പൊ നിയന്ത്രിക്കാതെ പോയാൽ നമ്മുടെ ഏത് ഓർഗനെ ആയിരിക്കും ഇത് ഫസ്റ്റ് എഫക്ട് ചെയ്യുന്നത്? ഓർഗനെ അഫക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ എല്ലാ ഓർഗനെയും അഫക്ട് ചെയ്യും. കാരണം ഡയബറ്റീസ് എന്ന് പറയുന്നതിന്റെ അതിന്റെ ബേസിക് ഫിസിയോളജി എങ്ങനെയാ പറയുകയാണെന്ന് വെച്ചാൽ അത് ഈ ബ്ലഡ് വെസലിന്റെ 3 ലെയർ ഉണ്ട്. അതിൽ ഇന്റിമ എന്ന് പറയുന്ന ഏറ്റവും അകത്തൊരു ലെയർ ഉണ്ട്. ആ ലെയറിന് ചെറിയ ചെറിയ ഡാമേജ് വരുത്തുക ചെയ്യണത്. അതിപ്പം മാക്രോസ്കോപ്പിക്കലി ഒന്നും ഉണ്ടാവില്ല. ഇപ്പൊ നമ്മളിപ്പോ ഒരു നല്ല സ്മൂത്ത് ആയിട്ടുള്ള ടയലില് ഈ സ്റ്റീൽ സ്ക്രബർ വെച്ച് അങ്ങനെയാക്കി നോക്കി. പക്ഷെ മൈക്രോസ്കോപ്പിക് ആയിട്ട് നോക്കുമ്പോ നിറച്ച് ചെറിയ ചെറിയ പോറലുകൾ വരും. അതുപോലെ എൻഡോത്തീലിയൽ ഡാമേജ് ആണ് ഈ ഷുഗർ വരുത്തുന്നത് ബേസിക്കലി. അപ്പൊ ബ്ലഡ് വെസൽ ഇല്ലാത്ത ഏതവയവോ എല്ലാത്തിനെയും അത് ബാധിക്കാം. അത് എൻഡോർഗൻ ഡാമേജ് വന്നു കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞിട്ടും കാര്യമില്ല. ഇപ്പൊ ഷുഗർ ഒക്കെ നല്ല രീതിയിൽ കൂടി നിൽക്കുന്ന അവസ്ഥയിൽ ഇപ്പൊ നമ്മൾ കേട്ടിട്ടുണ്ട് ഈ വിരലുകൾ മുറിക്കുന്നു, കാലിനെ അഫക്ട് ചെയ്ത് കാലുകൾ മുറിക്കുന്ന സിറ്റുവേഷൻ, അതൊക്കെ എങ്ങനെയാണ് ശരിക്കും? അല്ല, ഇപ്പൊ ഈ ഡയബറ്റീസിന്റെ കോംപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഈ ന്യൂറോപ്പതി വരും. എന്ന് വെച്ചാൽ ഞരമ്പുകളെ അത് ബാധിക്കും. അപ്പൊ ഞരമ്പുകളെ ബാധിച്ചു കഴിഞ്ഞാൽ കാലിലൊക്കെ ഒരു മുറിവുണ്ടെങ്കിലോ കയ്യിൽ എവിടെയാണെങ്കിലും ഇപ്പൊ പെരിഫറൽ ന്യൂറോപ്പതി കൈയുടെ ഇവിടെയും ഒക്കെ മരവിപ്പ് വരാം. കാലിന് പറ്റിയിട്ടുണ്ടെന്ന് വെച്ചാൽ അവിടെ നമ്മൾ അറിയുന്നില്ല. ന്യൂറോപ്പതി വരുമ്പോ സെൻസേഷൻ കുറഞ്ഞു പോകും. അപ്പൊ ചെറിയൊരു സാധനം ഉണ്ടെങ്കിൽ, ഒരു ചെറിയൊരു പോറൽ വന്നാൽ കൂടി നമ്മളത് അറിയാൻ പോകുന്നില്ല. അങ്ങനെ വരുമ്പോഴേക്കും അത് ഇൻഫെക്റ്റഡ് ആവും. കാലിൽ പിന്നെ നടക്കുമ്പോ അറിയില്ലല്ലോ, മറ്റേ ചെളി അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും അത് ഇൻഫെക്റ്റഡ് ആവും. അങ്ങനെ വരുമ്പോഴേക്കും പിന്നെ ചിലത് വാസ്കുലാരിറ്റിയും ബാധിക്കും, ബ്ലഡ് സർക്കുലേഷൻ കുറവായിരിക്കും. അപ്പൊ അങ്ങനെ വരുമ്പോ പെരിഫറൽ വാസ്കുലാർ ഡിസീസ് എന്നുള്ള ഒരു അവസ്ഥയും കൂടി വരുമ്പോഴേക്കും അവിടേക്ക് ബ്ലഡ് സർക്കുലേഷനും ഇല്ല, സെൻസേഷനും ഇല്ല. അപ്പൊ ഒരു മുറിവ് പറ്റി അവിടെ ഉണങ്ങണ ക്വസ്റ്റ്യനെ ഉദിക്കുന്നില്ല, ഉണങ്ങില്ല, ക്രോണിക് നോൺ ഹീലിംഗ് അൾസറായി തീരും. അങ്ങനെ വരുമ്പോഴേക്കും അവിടേക്ക് ബ്ലഡ് സപ്ലൈ പോലും ഇല്ലെങ്കിൽ ആംപുട്ടേഷനെ മാർഗമുള്ളൂ. അതാണ് വിരലുകൾ മുറിക്കുക, അല്ലെങ്കിൽ ബിലോനി അല്ലെങ്കിൽ ആംഗിളിന്റെ അപ്പുറം ഫുട്ടില് അങ്ങനെ കട്ട് ചെയ്യേണ്ട അവസ്ഥ വരുന്നത്. ഈ രോഗികൾ ഒത്തിരി പേര് ഒപ്പിയിൽ വരുന്നുണ്ട്. അവർ മെയിനായിട്ട് ചെയ്യുന്ന മിസ്റ്റേക്കുകൾ എന്തൊക്കെയാണ്? മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പൊ ഒരു നമ്മള് ഫ്രഷ് ന്യൂലി ഡിറ്റക്റ്റഡ് ഡയബറ്റീസ് ആണെന്ന് വെച്ചോളൂ. അവരുടെ അപ്പൊ ഞാൻ മരുന്ന് കഴിക്കണം, നിങ്ങൾ റെഗുലർ ആയിട്ട് മരുന്ന് മാത്രമല്ല കേട്ടോ, ഇതിലെ ഏറ്റവും പ്രധാനം ഡയറ്റ് കൺട്രോള്, എക്സസൈസ്. ഇത് രണ്ടും അതിന്റെ കൂടെയാണ് മറ്റേ ഡ്രഗ്സിനും ഇതിനൊക്കെ റോളുള്ളത്. അപ്പൊ ഡയറ്റ് പിന്നെയും കുറച്ച് ചിലപ്പോ ചിലര് നോക്കും, പക്ഷെ എക്സസൈസ് ചെയ്യാൻ നല്ല മടിയാണ്. എക്സസൈസ് റെഗുലർ ആയിട്ട് ഒരു അരമണിക്കൂറെങ്കിലും ആഴ്ചയിൽ ഒരു 5 ദിവസം അല്ലെങ്കിൽ 6 ദിവസം, ഒരു ദിവസം സ്കിപ്പ് ചെയ്തുകൊണ്ട് കുഴപ്പമില്ല. അങ്ങനെ 150 മിനിറ്റ്സ് ഇൻ എ വീക്ക് എന്നൊക്കെയാണ് പറയുക. അങ്ങനെ എന്തെങ്കിലും ഇനിയിപ്പോ വേറെ ഒന്നും പറ്റില്ലെങ്കിലും നടക്കെങ്കിലും ചെയ്താൽ മതി. ഈ ന്യൂറോപ്പതി ഉള്ളവർ നടക്കുമ്പോ സൂക്ഷിക്കണം, അവർക്ക് ഗ്രിപ്പൊക്കെ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അങ്ങനെ എക്സസൈസ്, ഡയറ്റ് കൺട്രോള്, ഡയറക്റ്റ് ഷുഗർ തീർത്തും ഒഴിവാക്കണം, കലോറി ഇൻടേക്ക് ആകെ കുറയ്ക്കണം, പ്രോട്ടീൻ നല്ലോണം കഴിക്കണം, ഇല്ലെങ്കിൽ മസിൽ വേസ്റ്റിങ്ങും സാർക്കോപ്പീനിയ അങ്ങനത്തെയൊക്കെ അത് വരും, അത് ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ മരുന്നുകൾ കൃത്യമായിട്ട് കഴിക്കണം. അപ്പൊ ആദ്യത്തെ ചോദ്യം തിരിച്ച് ഉള്ളത് ഇപ്പോഴത്തെ ട്രെൻഡ്, അത് എത്ര എഡ്യൂക്കേറ്റഡ് ആണെന്ന് പറഞ്ഞാലും കാര്യമില്ല കേട്ടോ, മരുന്ന് ഇപ്പൊ തന്നെ തുടങ്ങിയാൽ കിഡ്നി അടിച്ചു പോവില്ലേന്ന്. പക്ഷെ അതൊരു വല്ലാത്തൊരവസ്ഥയാ. കാരണം ഈ ഡയബറ്റീസ് എന്നുള്ളത് അൺകൺട്രോൾഡ് ഡയബറ്റീസ് ലെവലിൽ നിൽക്കുകയാണെങ്കിൽ കിഡ്നിയും എൻഡോർഗൻ ഡാമേജ് എപ്പോ വന്നു എന്ന് ചോദിച്ചാൽ മതി. കണ്ണുകൾ പോവും, കിഡ്നി പോവും, ഹാർട്ടിനെ ബാധിക്കും, നെർവുകളെ ബാധിക്കും, സിമ്പതറ്റിക് സിസ്റ്റത്തിനെയും ബാധിക്കും. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോ അതൊന്നും ഇവർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. അവരുടെ വിചാരം ഗുളിക കഴിച്ചിട്ടാണ് ഈ കിഡ്നി അടിച്ചു പോണെന്നുള്ളതാണ്. അപ്പൊ പിന്നെ നമ്മൾ പറ്റണ പോലെ പറഞ്ഞു കൊടുക്കും, പിന്നെയും അത്
എല്ലാം തന്നെ ഇപ്പൊ ഈ ഡയബറ്റീസിന്റെ മാനേജ്മെന്റ് പറയുമ്പോൾ ഒരു 95% പേഷ്യന്റിന്റെ കയ്യിലാണ്. ഞങ്ങൾക്ക് ഡയറക്റ്റ് ചെയ്യാനും മരുന്ന് എഴുതി കൊടുക്കാനേ പറ്റുള്ളൂ. അപ്പൊ അതെല്ലാം അതുപോലെ നീങ്ങുകയാണെങ്കിൽ കുഴപ്പമില്ല, എൻഡ് ഓർഗൻ ഡാമേജിലേക്ക് എത്താതെ നോക്കാം. പക്ഷെ കുറെ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. പക്ഷെ ഷുഗർ വന്നു കഴിഞ്ഞു എന്ന് പറയുമ്പോൾ പിന്നെ നമ്മൾ അതിനനുസരിച്ച് ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ. ഇപ്പൊ ഇത് കൂടി വരുമ്പോഴാണ് ഇൻസുലിൻ എടുക്കേണ്ട കണ്ടീഷൻ വരുന്നത്. കൂടി വരുമ്പോ എന്ന് വെച്ചാൽ ഓറൽ മെഡിക്കേഷൻസ് ഒക്കെ മിക്കവാറും ബോഡിയിൽ ഉണ്ടാവണ ഇൻസുലിനെ സ്റ്റിമുലേറ്റ് ചെയ്ത് അതിനെ ആക്ടിവേറ്റ് ചെയ്ത് ഷുഗർ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് വരുന്നത്. ഇൻസുലിൻ ആണ് ബ്ലഡിലെ ഷുഗറിനെ നോർമലാക്കി നിർത്തുന്നത്. അപ്പൊ പാൻക്രിയാസ് ബീറ്റാ സെൽസ് ഉണ്ടാക്കുന്ന ഇൻസുലിനെ ആക്ടിവേറ്റ് ചെയ്യുക. ഒരു കാലഘട്ടം കഴിയുമ്പോൾ ഈ ബീറ്റാ സെൽസ് എക്സോസ്റ്റഡ് ആവും. എന്ന് വെച്ചാൽ അതിന്ന് ഇൻസുലിൻ ഉണ്ടാവുന്നത് കുറയും. അപ്പൊ നമ്മൾക്ക് എക്സ്റ്റേണലി ഇൻസുലിൻ സപ്ലൈ ചെയ്യേണ്ട ഒരു നിവൃത്തിയില്ല. അപ്പൊ അതാണ് ഇപ്പൊ കുറെ ഓറൽ പല പണ്ടത്തെ പോലെ അല്ല, അതിനേക്കാളും കുറച്ചുകൂടിയും മെഡിസിൻസ് ഉണ്ട്. അതെല്ലാം ആയിട്ടും ഇത് കുറയുന്നില്ലെങ്കിൽ അപ്പൊ നമ്മള് ഇൻസുലിൻ അല്ലാണ്ട് വേറെ ഓപ്ഷൻ വരില്ല. പേഷ്യന്റ് പലപ്പോഴും ഈ പ്രിക്ക് പേടിച്ചിട്ട് ചിലപ്പോ സമ്മതിക്കില്ല എന്നുള്ളതുണ്ട്. പക്ഷെ എന്നാലും നമുക്ക് കൗൺസിൽ ചെയ്ത് അവരെ ഈ ട്രാക്കിലേക്ക് വരുത്തേണ്ട ചുമതല ഉണ്ടല്ലോ. പിന്നെ അതല്ലാതെ നല്ല ഹൈ ഷുഗർ ആയിട്ടുള്ള ഒരാൾക്ക് എമർജൻസി ഒരു സർജറി വന്നു, അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലൈസേഷൻ വേറെ അതെ. അപ്പൊ അങ്ങനെയുള്ള ഘട്ടത്തിലും നമ്മള് അത് ടെമ്പററി ആയിട്ടാണ്, ഹോസ്പിറ്റൽ സ്റ്റേ ഉള്ളിടത്തോളം നമ്മൾ ഇൻസുലിൻ കൊടുത്തോണ്ടിരിക്കും എന്നിട്ടാണ് ഒരു സർജറിക്ക് വിധേയമാകുന്നത്. ഇപ്പൊ നമ്മൾ പറയും രോഗലക്ഷണങ്ങളില്ലാതെ ഒരാളെ കൊല്ലാൻ കഴിയുന്ന ഒരു അസുഖമാണ് ഹൈപ്പർ ടെൻഷൻ എന്നുള്ള. സത്യം പറയുകയാണെങ്കിൽ ഈ NCDs നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് മുഴുവൻ സൈലന്റ് കില്ലേഴ്സ് ആണ്. ഷുഗറും പ്രഷറും കൊളസ്ട്രോളും. ഇപ്പോ BP എന്ന് പറയുന്ന നമ്മുടെ ബ്ലഡ് പ്രഷർ എന്ന് പറയുന്നത് ഇപ്പൊ ഒരു ദിവസത്തില് ഒരു തവണ BP-യിലെ ഒരു വേരിയേഷൻ വന്നു എന്ന് പറഞ്ഞാൽ അതൊരു ഹൈപ്പർ ടെൻഷൻ എന്നുള്ള ഒരു സ്റ്റേജിലേക്ക് വരുന്നത് എപ്പോഴാണ് ശരിക്കും? അതിന്റെ ക്രൈറ്റീരിയ വരുന്നത് ഇപ്പൊ BP സിസ്റ്റോളിക് BP 130, ഡയസ്റ്റോളിക് BP 80-യുടെയും 90-യുടെയും ഇടയിൽ അങ്ങനെയുള്ള ഒരു റീഡിംഗ് ആണ് ഏകദേശം നോർമൽ പറയുക. പക്ഷേ നമ്മൾ ഒറ്റ റീഡിങ്ങില് BP വേരിയേഷൻ വന്നു എന്ന് പറഞ്ഞിട്ട് ഹൈപ്പർ ടെൻഷൻ ആണ് എന്ന് പറയാൻ പറ്റില്ല. നമ്മൾ അങ്ങനെ ഇപ്പൊ കണ്ടെങ്കിൽ അവരോട് ഒന്നുമില്ലെങ്കിൽ മറ്റേ വീട്ടിൽ അടുത്ത് എവിടെയെങ്കിലും എങ്ങനെയെങ്കിലും ഡെയിലി ഉള്ള BP ചാർട്ട് ചെയ്ത് വരാൻ പറയും. നമ്മൾ അങ്ങനെ ഇല്ലെങ്കിൽ നമ്മുടെ അടുത്തേക്ക് OP-യിലേക്ക് തന്നെയാണ് വരണെന്ന് വെച്ചാൽ ഓൾട്ടർനേറ്റ് ഡേയ്സോ അങ്ങനെ വന്നിട്ട് BP നോക്കിയിട്ട് ഏകദേശം ഇങ്ങനെ പെർസിസ്റ്റന്റ് ആയിട്ട് കൂടുതലായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ ട്രീറ്റ്മെന്റ് തുടങ്ങണം. ഇപ്പൊ ചില ആളുകളിൽ നമ്മൾ കണ്ടിട്ടുണ്ട് എപ്പൊ നോക്കിയാലും ലോ BP ആയിരിക്കും. ചിലവർക്ക് അത് എപ്പൊ നോക്കിയാലും ഹൈ ലെവലിലായിരിക്കും നിൽക്കുന്നത്. പക്ഷെ അതിനെ നമ്മളിപ്പോ എങ്ങനെ കൺസിഡർ ചെയ്യേണ്ടത്? അല്ല, ലോ BP എന്ന് പറയുമ്പോൾ ഓരോരുത്തരുടെ ബോഡി സെറ്റപ്പ് ആയിരിക്കുന്നത് അങ്ങനെയാണ്. ഇപ്പൊ പലരുടെയും ചില നോക്കുമ്പോ 100/70 അവർക്ക് ഒരു കുഴപ്പമില്ല, അവരുടെ ഇത് BP അങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. നേരെ മറിച്ച് അവർക്ക് 120, 130 അങ്ങനെ ലെവലിലേക്ക് എത്തുമ്പോഴേക്കും ചിലപ്പോ എന്തെങ്കിലും ഒരു ഗിഡിനെസ്സോ ഒരു എന്തെങ്കിലും തോന്നും. പിന്നെ നമ്മൾ BP ഉള്ള ആളുകൾക്ക് കൊടുക്കുന്ന മരുന്ന് അത് ഓരോരുത്തർക്കും ഓരോ ഡോസേജ് ആണ്. അപ്പൊ ചില ആളുകളുണ്ട് ഇപ്പൊ ഒരു മരുന്ന് കൊടുത്തു വർഷങ്ങളോളം BP ചെക്ക് ചെയ്യാണ്ട് ഇതന്നെ കണ്ടിന്യൂസ്ലി കഴിച്ചുകൊണ്ടിരിക്കും. കൂടുതലായിട്ട് പ്രായമായ ആൾക്കാരൊക്കെയാണ് അങ്ങനെ ചെയ്യുന്നത്. അതിന്റെ ഒരു അപകടകരമായിട്ടുള്ള കാര്യം എങ്ങനെയാ വരുന്നത്? ഇപ്പൊ BP ആണ്, ഹൈപ്പർ ടെൻഷൻ ആണെങ്കിലും ഡയബറ്റീസ് ആണെങ്കിലും ഒരു 1 in 2 months എങ്കിലും ഒന്ന് ചെക്കപ്പ് എല്ലാം വേണം. കാരണം ഇപ്പൊ ഇതിലൊക്കെ ക്രിയാറ്റിനിൻ ലെവൽ നോക്കണം. ഇപ്പൊ ക്രിയാറ്റിനിൻ കൂടി വരുന്നുണ്ടെങ്കിൽ നമ്മൾ ചില മെഡിസിൻസ് റെസ്ട്രിക്ട് ചെയ്യും, അത് മാറ്റി നോക്കേണ്ടി വരും. അതേപോലെ വേറെ ചില ഗ്രൂപ്പ് ഓഫ് മെഡിസിൻ ഉണ്ട്, കാൽസ്യം ചാനൽ ബ്ലോക്കേഴ്സ് എന്നൊക്കെ പറയും, അതില് കാലില് നീര് വരാം. അപ്പൊ അങ്ങനെ വരുമ്പോ അത് അപകടകരമായിട്ടുള്ള കാര്യമല്ല. പക്ഷെ അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ അതന്നെ കണ്ടിന്യൂ ചെയ്യണമെന്നില്ല, വേറെ എത്രയോ ഓപ്ഷൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ അത് മാറ്റണം. അല്ലാണ്ട് ഒരിക്കലും ഇത് തന്നെ ഒരേ മെഡിസിൻ കഴിച്ചുകൊണ്ടിരിക്കുക. ഇപ്പൊ ഡോക്ടറെ കണ്ടിട്ട് ഡോക്ടർക്ക് ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഓക്കെ ആണെന്ന് വെച്ചാൽ ഡോക്ടർ അതന്നെ കണ്ടിന്യൂ ചെയ്യും. പക്ഷെ നമ്മളത് കണ്ടിരിക്കണം. ഒരു 1 in 3 months എങ്കിലും ഒരു ചെക്കപ്പ് നടത്തിയാൽ നല്ലതായിരിക്കും. പിന്നെ നമ്മൾ പറയും ഈ ഉപ്പ് കഴിക്കുന്നതായിട്ട് ബന്ധപ്പെട്ട BP ഉള്ള ഈ ഉണക്കമീന്, പപ്പടം, അതെങ്ങനെയാണ് അതിന്റെ ഒരു മെഷർമെന്റ് വരുന്നത്? ഉപ്പുമായിട്ട് എങ്ങനെ റിലേറ്റ് റിലേഷൻ ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്.
കാരണം സോൾട്ട് എന്ന് പറയുമ്പോഴേക്കും വാട്ടർ റിട്ടൻഷൻ വരുത്തുന്ന സാധനമാണ്. അപ്പൊ അത് നമ്മൾ അവോയ്ഡ് ചെയ്യാൻ ഒരിക്കലും പാടില്ല. സോൾട്ട് റെസ്ട്രിക്ഷനേ പറയുള്ളൂ. ഓക്കെ. ഇപ്പൊ റഫ്ലി പറയുകയാണെങ്കിൽ ഒരു 8 ഗ്രാം ഉപ്പ് ഒരു ദിവസം ഒരാൾക്ക് അനുവദിച്ചിട്ടുണ്ടെങ്കിൽ അത് 6 ഗ്രാം ആക്കി കുറയ്ക്കുക, ഓക്കെ. 6-5 ഗ്രാം ആക്കി കുറയ്ക്കുക. പക്ഷെ അത് നമ്മൾക്ക് എങ്ങനെയാ പബ്ലിക്കിന് പറഞ്ഞു മനസ്സിലാക്കുക? അങ്ങനെ വരുമ്പോഴാണ് ഈ ഉണക്കമീൻ, അച്ചാറ്, പപ്പടം എന്ന് വെച്ചാൽ ഭയങ്കര സാൾട്ടി ആയിട്ടുള്ള സാധനങ്ങള് ഒഴിവാക്കാൻ പറയും. അത് കഴിക്കണ ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട്. പിന്നെ വേറെ ഇതൊന്നും കഴിക്കണില്ല, കറി നല്ലോണം എടുക്കുന്ന ആൾക്കാരാണെങ്കിൽ അഡീഷണൽ സോൾട്ട് ഇപ്പൊ അങ്ങനെയുള്ളത് എടുക്കണ്ടെന്ന് പറയും. പക്ഷെ ഉപ്പ് തീർത്തും ഒഴിവാക്കി കഴിഞ്ഞാൽ അത് സോഡിയം കുറയും, അങ്ങനത്തെ പ്രശ്നങ്ങൾ വരും. പിന്നെ തീർച്ചയായിട്ടും ഹൈപ്പർ ടെൻഷനും ഈ ഹാർട്ട് അറ്റാക്കും അങ്ങനെ ഒരു ചെറിയൊരു റിലേഷൻ ഇല്ലേ? ചെറുതല്ല, ശരിക്കും പിന്നെ നല്ല റിലേഷൻ തന്നെയാണ്. കാരണം എന്താന്ന് വെച്ചാൽ ഈ ഹൈപ്പർ ടെൻഷൻ ഉള്ള പേഷ്യൻസിന് ഒരു വാസ്കുലർ റെസിസ്റ്റൻസ് ഉണ്ടാവും. അപ്പൊ ആ ഒരു റെസിസ്റ്റൻസിന് എതിരായിട്ട് വേണം ഈ ഹാർട്ടിന് പമ്പ് ചെയ്യാൻ. അപ്പൊ ആ പമ്പിങ് ഫോഴ്സ് കൂട്ടേണ്ടി വരും. അപ്പൊ അൺകൺട്രോൾഡ് BP ആണെന്ന് വെച്ചാൽ ലെഫ്റ്റ് വെൻട്രിക്കുലർ അങ്ങനത്തെ കുറച്ച് ഹൈപ്പർട്രോഫി, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ഈ ഹാർട്ടിന് ചേഞ്ചസ് വരും. അപ്പൊ അത് എല്ലാം തമ്മിൽ റിലേറ്റഡ് ആണല്ലോ. അങ്ങനെയുണ്ട്. അത് ഹെമറേജ് ഒക്കെ വരാം. അത് ബ്രെയിനിലൊക്കെ വരുമ്പോഴാണ് സ്ട്രോക്ക് അങ്ങനെയുള്ളതൊക്കെ ആയിട്ട് മാറുന്നത്. അത് ഹെമറേജ് ആണെങ്കിൽ അത് ഫേറ്റൽ മരണകാരണം തന്നെയാവും. നേരെ മറിച്ച് ഉള്ളില് ക്ലോട്ടുകളൊക്കെ ആണെന്ന് വെച്ചാൽ ഇൻഫാക്ട് എന്നൊക്കെ പറയും, ബ്ലഡ് കട്ടിയായി നിൽക്കണു എന്നൊക്കെ പറയണ കേട്ടിട്ടില്ലേ? അതാണെങ്കിൽ അതൊന്നുമില്ലെങ്കിൽ അത് ലൈസ് ചെയ്തിട്ട് വീണ്ടും മറ്റേ ബ്ലഡ് സർക്കുലേഷൻ ഇതാക്കി, അല്ലെങ്കിൽ അങ്ങനെയുള്ള ആന്റിപ്ലേറ്റ്ലെറ്റോ അല്ലെങ്കിൽ ക്ലോട്ട് ലൈസിങ് ആയിട്ടുള്ള ഗുളികകൾ കഴിച്ച് അത് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റും. പക്ഷെ ഇതൊക്കെ പ്രോപ്പർ ടൈമിൽ കണ്ടുപിടിക്കണം എന്നുള്ളതാണ്. അതാണ് ഏറ്റവും വലിയ പ്രധാനമായിട്ടുള്ള കാര്യം.